തെറിച്ച് ഞാൻ അവിടെ ചെന്ന് വീണ സ്പോട്ടിൽ തന്നെ കുത്തു അവിടെ കിട്ടി. ആന അപ്പ കമന്നു വന്ന് അവിടെ കുത്തി. ആന കമന്നു വന്ന് അവിടെ കുത്തുവാണ്. വടവട കുത്തുവാണ് ആന. 2 3 മൂന്നാല് കുത്താണ്. ആശാന ഇങ്ങോട്ട് കൈക്ക് ഇങ്ങനെ വാരി എടുത്തിട്ട് ഒരു 3 കുത്താണ്. കുത്തുഭാഗ്യം പോലെ കൊണ്ടില്ല. മേളിലാണ് ഞാനേ വെട്ടി. സ്വഭാവത്തിൽ നോക്കി കൈകാര്യം ചെയ്യണം. ഞാനിപ്പോ 5 വർഷം കൊണ്ട് എനിക്ക് സമ്മാനം കിട്ടിയിട്ടുണ്ട്. സമ്മാനം കടക്കടയിൽ കിട്ടിയിട്ടുണ്ട്. അടി ആന തറഞ്ഞ വിഷയമില്ല. പക്ഷേ ഈ അടിക്കുന്ന അടിയിൽ ചിലപ്പോൾ നമ്മൾ ചിലപ്പോൾ എന്റെ കണ്ണു മുമ്പ് 2-3 കിട്ടിയിട്ടുണ്ട്. കൈക്കാണ് അടിച്ചു കൊടുത്തത്. കൈക്ക് ഒരു ഒറ്റ അടിയായിരുന്നു. വിളക്കുകാരനും കിട്ടി, വന്ന് കയറിയവനും കിട്ടി. ഇപ്പൊ ഞാൻ 5 വർഷമായിട്ട് ഈ ആനയ്ക്ക് ഇന്നലെ എനിക്ക് ഒരു 2-3 പ്രാവശ്യം എനിക്ക് നല്ല രീതിക്ക് തട്ട് കിട്ടിയ യാനയുടെ കയ്യിൽ. അത് കൊല്ലം പരിപാടിയൊക്കെ പോയിട്ട് ഇവിടെയൊക്കെ അടിച്ച് പൊടിച്ചേ യാന. ഈ എല്ലാമൊക്കെ പൊട്ടിപ്പോയത്. അത് കഴിഞ്ഞ് കൈ പോയി. അത് കഴിഞ്ഞ് പിന്നെ ഈ വാരിയൻ ഇവിടെയൊക്കെ 2-3 തട്ടൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആനയ്ക്ക് ആയുധം ഉണ്ട്. ആനയുടെ കയ്യിൽ തന്നെ ആനയുടെ ദേഹത്ത് തന്നെ ആനയുടെ ആയുധങ്ങളുണ്ട്. നമുക്കാണ് ആയുധം വേണ്ടത്. നമ്മളങ്ങനെ ചങ്ങല ഇവിടെ തട്ടി വിടാൻ വേണ്ടി കാത്തിരിക്കുക ഓടാൻ. അപ്പൊ അങ്ങനെയുള്ള ആനകളൊക്കെ ചിലപ്പോൾ 3 പേരെ മേടിച്ച് കൈകാര്യം ചെയ്യേണ്ടി വരും. ഓടി തലവെട്ട് വീശിയുള്ള അടിയായിരിക്കും. ഈ അടിയിൽ നമുക്കും കിട്ടും, ഈ കൂടെ നിൽക്കുന്നവർക്കും കിട്ടും. പക്ഷെ ഇതിനെ പോലുള്ളത് അങ്ങനെയല്ല. ഞങ്ങൾ മറ്റുള്ളവരുടെ അറ്റാക്ക് ചെയ്യും. മരണം നടന്നു, പക്ഷെ എന്നെ അറിയിച്ചില്ല. കാരണം അവിടെ പരിപാടി എടുത്തോണ്ടിരിക്കുക. പരിപാടി ഇട്ടിട്ട് കോലം കയറ്റിയിരിക്കുന്ന ആനയെ നമുക്ക് ഇട്ടിച്ച് ഇവിടെ വരാൻ പറ്റും. അതിപ്പം മതപ്പാടി കെട്ടിയിരിക്കുന്ന ആന ഇതിപ്പോ നാളെ ഒരു ആനക്കാരനെ തള്ളിയിട്ട് കൊന്നു കഴിഞ്ഞാൽ ആനക്കാരൻ കഞ്ചാവായിരുന്നു, അല്ലെങ്കിൽ വെള്ളമായിരുന്നു, അല്ലെങ്കിൽ ചാരായം കുടിച്ചിട്ട് അവൻ വെളിവില്ലാത്തതുകൊണ്ട് ആനയുടെ കയറിയെന്ന് പറയും. പക്ഷെ അതൊന്നും ആനയുടെ കാര്യങ്ങൾ എന്താണെങ്കിലും എന്ത് സംഭവിച്ചു എന്ന് അവർ ചോദിക്കില്ല. ഇതാണ് ഉള്ളൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ആനയായ ഉള്ളൂർ കാർത്തികേയൻ. ഉള്ളൂർ കാർത്തികേയൻ ആനയുടെ പാപ്പനായ വിഷ്ണുവും അഗതീഷുമാണ് നമ്മുടെ ഒപ്പം ഉള്ളത്. അപ്പൊ ആനയുടെ കാര്യങ്ങൾ നമ്മൾ ഇവരോട് തന്നെ ചോദിച്ച് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുവാണ്. ഇതിങ്ങനെ നിൽക്കല്ലേ, ഇങ്ങോട്ടേ നിൽക്കില്ല. ഓക്കെ അല്ലേ, ഇപ്പോഴല്ലേ ഒന്ന് ഫ്രെയിം ഓക്കെ ആയല്ലോ. വിഷ്ണു ചേട്ടാ എത്ര നാളായി ഉള്ളൂർ കാർത്തികേയനിൽ കയറിയിട്ട്? 5 കൊല്ലമായി. ആദ്യം കയറുമ്പോഴത്തേക്ക് എന്തായിരുന്നു ചുമതല? ആദ്യം ഞാൻ ഇവിടെ വരുമ്പോഴത്തേക്ക് തീറ്റോട്ടാറിനായിട്ടാണോ തീറ്റോട്ടാറിനായിട്ടാണ് ആന 2 ആനക്കാരനായിട്ടാണ് പോസ്റ്റ് ചെയ്തത്. പക്ഷെ തീറ്റോട്ടാറിനായിട്ടാണ് ആനയുടെ കൂടെ നിൽക്കുന്നത്. അങ്ങനെ വന്നാണ് ഞാൻ ആനയോട് കയറിയത്. 5 വർഷം മുമ്പ് ദേവസ്വം ബോർഡിൽ ഞാൻ ദേവസ്ഥയിൽ കയറിയിട്ട് 10 വർഷമായി. അപ്പൊ അതിനുശേഷം ഇപ്പൊ 5 വർഷം കൊണ്ട് ഈ ആനയ്ക്ക്. അതിന് മുന്നേ ആദ്യം കയറിയ ആന ഏതാണ്? ആദ്യം നിന്ന് ആനയെന്ന് പറഞ്ഞാൽ നെയ്യാറ്റിങ്കര കണ്ണനാനയാണ്. ചരിഞ്ഞു പോയാണ്. അത് കഴിഞ്ഞ് പിന്നെ രണ്ടാമത് പോകുന്നത് മലയൻകീഴ് വല്ലവനാനയ്ക്ക് ഡ്യൂട്ടിക്ക് പോയി. അത് അവിടെ നിന്ന് പിന്നെ ഏവൂർ കണ്ണനാനയ്ക്ക് പോയി. കണ്ണനാനയ്ക്ക് പോയി. അവിടെ നിന്ന് പിന്നെ വീണ്ടും തിരിച്ച് വീണ്ടും ഈ ആനയ്ക്ക് വന്നു. പിന്നെ ഇവിടെ നിന്ന് വീണ്ടും ചെറുക്കടവ് ആനയ്ക്ക് പോയി. അങ്ങനെ ഒരുപാട് സ്ഥലത്ത് ഡ്യൂട്ടി ചെയ്തിട്ടുണ്ട്. മുന്നേ ഞാൻ പ്രൈവറ്റ് നിൽക്കുമായിരുന്നു. അതിനാണ് ദേവസ്ഥയിലോട്ട് വരുന്നത്. ഉള്ളൂർ കാർത്തികേയനിൽ വന്നിട്ട് 5 വർഷമായി. കാർത്തികേയന്റെ ഒപ്പം തന്നെയാണ് ഇപ്പോഴും. അഗതീഷ് എത്ര വർഷമായി ഇവിടെ വന്നിട്ട്? അവന് ഇപ്പൊ ഇവിടെ വന്നിട്ട് 5 മാസം. നമ്മളെ ഉള്ളൂർ കാർത്തികേയൻ പങ്കെടുക്കുന്ന പ്രധാന ഉത്സവങ്ങൾ ഏതൊക്കെയാണ്? പ്രധാന ഉത്സവങ്ങൾ ഒന്ന് ഈ കഴക്കൂട്ടം മഹാദേവ ക്ഷേത്രം. നിലവിൽ ഇപ്പൊ എടുത്തോണ്ടിരിക്കുന്ന ആനയാണ്. ഇവിടെ ഫുള്ളും ആനയ്ക്കാണ്. ഇവിടുത്തെ പരിപാടി കംപ്ലീറ്റ് ഇവിടെ തന്നെ എടുക്കണം. പിന്നെ ഇത് കഴിഞ്ഞ് പിന്നെ എടുക്കുന്നത് മുല്ലക്കിൽ പോയി. പിന്നെ അത് കഴിഞ്ഞ് തിരുവല്ല പരശുരാമ ക്ഷേത്രം. മെയിൻ കോലം ആനയ്ക്ക് തന്നെയാണ്. ഇവിടെ മെയിൻ കോലം ആനയ്ക്ക് തന്നെയാണ്. അവിടെ മുല്ലക്കിൽ പോയപ്പോഴും മെയിൻ കോലം ആനയ്ക്ക് തന്നെയാണ്. തിരുവനന്തപുരത്ത് വലിയ ആന ഇതല്ലേ? തിരുവനന്തപുരത്ത് ഏറ്റവും വലിയ ആന, ദേവസ്വം ബോർഡിന്റെ ഏറ്റവും വലിയ ആന ഉള്ളൂർ കാർത്തികേയനാണ്. ഈ കൊമ്പിലുള്ള അടയാളം അതെന്താണ് കേട്ടോ? അത് ഈ ആന മതപ്പാടി കെട്ടുമ്പോഴത്തേക്ക് മതപ്പാടിൽ കെട്ടുമ്പോൾ ആന ചങ്ങല കൊമ്പിലെടുക്കും. ശരിയാ അത് കണ്ടിട്ടുണ്ട്. കൊമ്പിൽ ഒരയോ അല്ലേ? അപ്പോഴാണെങ്കിൽ ഒന്നും ചെയ്യാനും ഇപ്പൊ കൊമ്പ് മുറിക്കാനുള്ള ഇതൊക്കെ ആയി പറഞ്ഞേ ഉള്ളൂ. എന്നാലും അത് ബുദ്ധിമുട്ടാവുന്ന രീതിയിലൊന്നും കൊമ്പ് വളർന്നിട്ടില്ല. ബുദ്ധിമുട്ടാവുന്നില്ല. പക്ഷെ ആനയ്ക്ക് ബാക്കിയുള്ള എല്ലാം വെയിറ്റ് കൂടുമ്പോൾ നമുക്ക് പ്രശ്നം വരും. കൊമ്പിന് വെയിറ്റ് കൂടുമ്പോഴത്തേക്ക് പ്രശ്നമുണ്ടാവും. കാരണം കിടക്കുമ്പോൾ എണീക്കാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. അത് മുറിച്ചു വിടാനുള്ള പേപ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഉള്ളൂർ കാർത്തികേയന്റെ നീരുകാലം എപ്പോഴാണ്? വൃശ്ചികത്തിലാണ് ഞാൻ ആനയിക്കുന്നത്. ഡിസംബർ ആ സമയത്തോട് അടുപ്പിച്ച് എത്ര മാസത്തോളം ഉണ്ടാവും? 3-3.5 മാസം. 3-3.5 മാസം. 115 ദിവസം. അപ്പം ഉത്സവ സീസണും ആണല്ലോ ആ സമയങ്ങളിൽ. സീസൺ നീരാണ്. സീസൺ നീരാണ്. അത് വന്ന കാലം മുതൽ അങ്ങനെ തന്നെയാണ്. നമ്മൾ ഞാനൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെ തന്നെ കൊണ്ടിരിക്കുകയാണ്. നല്ല ഒലിവ്, വേറെ കള്ളത്തരം കാര്യങ്ങളൊന്നും ഇല്ല. നല്ല ഒലിവാണ്. കള്ളത്തരമാണ്. ഇപ്പൊ കെട്ടുമ്പോൾ തന്നെ നമുക്കറിയാം. കോള സമയത്ത് ആനയെ നോക്കിക്കൊണ്ടാണ്. കോള സമയത്ത് നോക്കണം. കോള സമയത്ത് നോക്കിയില്ലെങ്കിൽ ശരീരം കേടാവും. ചേട്ടൻ തന്നെയാണ് ആനയോടൊപ്പം എപ്പോഴും ഉണ്ടാവുക? ഞാൻ തന്നെയാണ് ഇപ്പൊ എപ്പോഴും നിലവിലുള്ളത്. നിലവിൽ ഞാൻ തന്നെയാണ് ഇപ്പൊ. നമ്മുടെ തിരുവനന്തപുരം അല്ലാതെ കൊല്ലം സൈഡും അങ്ങോട്ടൊക്കെ ഉത്സവങ്ങളിൽ പങ്കെടുപ്പിക്കാനായിട്ട് കഴിഞ്ഞ വർഷം കൊല്ലം പൂരത്തിന് പോയിട്ടുണ്ടായിരുന്നു. കൊല്ലം പൂരത്തിന് പോയിട്ടുണ്ട്. കൊല്ലം പൂരം കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞ് പിന്നെ വേറെ കുറെ പ്രൈവറ്റ് പരിപാടികളൊക്കെ പോയാൽ. പ്രൈവറ്റ് പരിപാടികൾ 3-4 പ്രൈവറ്റ് പരിപാടി ഉണ്ടായിരുന്നു. അതിനൊക്കെ കൊണ്ടുപോയി. കുഴപ്പമൊന്നുമില്ല. നോക്കി നിൽക്കണമെന്നുള്ള ആനയാണെന്നേ ഉള്ളൂ. പേരുകെട്ട ആനയാണ്. പേരാണെന്ന് ആനയെ സ്വഭാവത്തിൽ നോക്കി കൈകാര്യം ചെയ്യണം. ചേട്ടന്റെ
എക്സ്പീരിയൻസിലൊക്കെയാണ് ആന? ഞാനിപ്പോ 5 വർഷങ്ങൾ എനിക്ക് സമ്മാനം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് സമ്മാനം കടക്കടയിൽ കിട്ടിയിട്ടുണ്ട്. എന്തെങ്കിലും കുഴപ്പമില്ല. അത് നിങ്ങളുടെ ഈ ജോലിയുടെ ഭാഗമായിട്ട് ഇതൊരു വന്യജീവിയാണ്. അപ്പൊ നിങ്ങൾ അത് കൈകാര്യം ചെയ്യുന്നതിൽ അതിന്റെ ഒരു സുരക്ഷിതത്വം എത്രത്തോളം നിങ്ങളുടെ എക്സ്പീരിയൻസിലാണ്, പിന്നെ ആനയോടുള്ള നല്ല ബന്ധവും അതിലാണ്. ചേട്ടന് ദേവസ്വം ബോർഡിൽ ഭാവിയിൽ ഏതെങ്കിലും ആനയോടൊപ്പം നിൽക്കണമെന്ന് അങ്ങനെ ആഗ്രഹം തോന്നിയിട്ടുണ്ടോ? ഇതുവരെ ഒന്നും തോന്നിയിട്ടില്ല. നമ്മുടെ ആനേനെ തന്നെ നല്ല രീതിയിൽ പോണമെന്ന് ആഗ്രഹമുള്ള 3-4 ആനകളുണ്ട്. ഹരിപ്പാട് സ്കന്ദൻ, പിന്നെ അത് കഴിഞ്ഞ് ഈ പാറശാല ശിവശങ്കരനാണ് പോണമെന്ന് ആഗ്രഹമുള്ള ആനകളാണ്. ആറ്റിങ്ങൽ കാളിദാസൻ ആഗ്രഹമുള്ള ആനയാണ്. ഇഷ്ടപ്പെട്ട ആനകളാണ്. ഇഷ്ടപ്പെട്ട ആനകളാണ്. പിന്നെ പൊതുവേ അല്ലേ എനിക്ക് എല്ലാ ആനകളും പൊതുവെ ഇഷ്ടമാണ്. ഇവരെയൊക്കെ ശ്രദ്ധിക്കപ്പെടുന്ന ആനകളായതുകൊണ്ട് കൈകാര്യം ചെയ്യാൻ ആഗ്രഹമുള്ള ആനകളാണ്. അത് നല്ല കാര്യമാണ്. നല്ലൊരു ആനയെ നന്നായിട്ട് നോക്കണമെന്ന് ആനയോടുള്ള ഓരോ ആനയ്ക്കും കാര്യങ്ങൾ മനസ്സിലാക്കുക, മുമ്പോട്ട് പോവുക. ആനയെ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് അതിന്റെ മുമ്പോട്ട് പോവുക. അതിനോടുള്ള ഭ്രാന്ത് ഇറങ്ങിയതല്ലേ. അപ്പം അത് എത്രാമത്തെ വയസ്സിൽ ആനപ്പണിയിൽ ഇറങ്ങിയേ? ഞാൻ സ്കൂളിലൊന്നും പോയിട്ടില്ല ആശാനെ, പഠിക്കാനൊന്നും പോയിട്ടില്ല. എനിക്ക് വിദ്യാഭ്യാസം കുറവാണ്. എഴുത്തും വായനയും വലിയ വിഷയമില്ല. പക്ഷെ ആനയുടെ കാര്യങ്ങളൊക്കെ അറിയാം, കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം. പഠിക്കാനൊന്നും പോയിട്ടില്ല. പിന്നെ ഞാൻ ജനിച്ച ആ ഒരു കാലം മുതൽ അച്ചാച്ചനൊക്കെ ആനപ്പാപ്പന്മാരാണ്. പാരമ്പര്യം എന്ന് പറഞ്ഞാൽ മാമനും അച്ചാച്ചനും ആനക്കാരാണ്. അപ്പൊ അവരെ കൂടെ അവരെയും വീട്ടിൽ നിന്നൊക്കെ എണീക്കുന്ന സമയത്ത് ഞങ്ങളുടെ വീട്ടിന്റെ മുറ്റത്ത് അപ്പൊ ഈ പുത്തംകുളത്ത് ആനകളൊക്കെ ഉണ്ടാവും. പുത്തംകുളത്ത് ആനകളുണ്ടാവും. അപ്പൊ അന്ന് ഈ ആനകളെല്ലാം നമ്മളടുത്ത് പറമ്പിലാണ് കിട്ടണേ. അപ്പൊ എണീക്കുമ്പോ തന്നെ ആനകളെ കാണണേ. അപ്പൊ കാണുമ്പോ മാമന്റെ ആനയുണ്ട്. അപ്പൊ അതിന്റെ കൂടെ അങ്ങനെ പോകും, തറയൊക്കെ വൃത്തിയാക്കും. അവര് തീറ്റ വട്ടാൻ പോകുമ്പോ അതിന്റെ കൂടെ സഹായിക്കും. ആനയെ കഴുകാൻ പോകുമ്പോ അതിന്റെ കൂടെ സഹായിക്കും. അങ്ങനെയൊക്കെ പോയി അതിനോടുള്ള ആ ഒരു ഇഷ്ടത്തോട് കൂടിയുള്ള ഞാൻ അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ ഇല്ലായിരുന്നു. പിന്നെ കഴിഞ്ഞ ഇവിടെ പോയി കൂപ്പിലൊക്കെ ആയിരുന്നു. ആനയോടൊപ്പം 3-4 എന്റെ ആശാന്മാരെ കൂടെ കൂപ്പിലായിരുന്നു. അവിടെ അച്ചൻകോവിലായിരുന്നു. അവിടെയൊക്കെ പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുമായിരുന്നു. ഞാൻ അത് കഴിഞ്ഞാണ് പിന്നെ വീണ്ടും ഇപ്പൊ പണിയൊന്നും ഇല്ലല്ലോ. പണ്ട് ഞാനൊക്കെ പണിക്ക് ഇറങ്ങുന്ന സമയത്ത് കൂപ്പുണ്ട്. പിന്നെ പണിയും തടിപിടുത്തോടൊക്കെ ആയിട്ട് പരിപാടിയും അങ്ങനെ അങ്ങോട്ട്. കാരണം അന്ന് പണിക്ക് പോയാലേ നമുക്ക് ആനയ്ക്കും വെല്ലം തിന്നാൻ പറ്റുള്ളൂ. അങ്ങനെയുണ്ട്. കാരണം ആന പോവാതിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ പട്ടിണിയാവും. നമുക്ക് ഈ ചിലവാശ മാത്രമേ ഉള്ളൂ. ഈ 10-300 രൂപ ചിലവാശ കിട്ടിക്കുന്നത് 3 പേര് 4 പേര് ചിലപ്പോൾ കൂടെ കാണണം. അപ്പൊ അവർക്ക് 300 രൂപ വെച്ച് പോയില്ല. അപ്പൊ ആന പണിക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങളും ആനയുടെ കാര്യങ്ങളും നടക്കും, മുതലാളിയുടെ കാര്യങ്ങളും നടക്കും. അതുകൊണ്ട് ആ സമയത്ത് കൂപ്പിലെ പണിക്ക് പോകും. നമ്മുടെ അഗദീഷാണ് 3ാമത്തെ ആള് ആനയോടൊപ്പം. ഇപ്പം എന്റെ കൂടെ തീറ്റോട്ടാനും മറ്റുള്ള കാര്യങ്ങൾക്കെല്ലാം കൂടെ അഗദീഷ് വന്നിട്ട് 5 മാസമായിട്ടുള്ളൂ. അഗദീഷ് ഇതിനു മുമ്പ് എവിടെയായിരുന്നു? തമിഴ്നാട്ടില് ബിരിയാണിക്ക് ഉണ്ടായിരുന്നു. ബിരിയാണി ശിവഗംഗ പറയുന്ന സ്ഥലത്തുണ്ടായിരുന്നു. അമ്പലത്തിലാണ്. അതിനൊപ്പം വർക്ക് ചെയ്തിട്ടുണ്ട്. എത്ര നാള്? അവിടെ ഒരു 3 മാസം. 3 മാസം അതിനൊപ്പം വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ കൊല്ലത്തിലെ മലമ്പൂർ മഹാദേവൻ അവിടെ ഒരു 3 മാസം. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ എക്സ്പീരിയൻസ് ഉണ്ടല്ലേ? ആള് എക്സ്പീരിയൻസ് ആയി വരും. ഇങ്ങനെ കാര്യങ്ങളൊക്കെ പഠിച്ച് കുറെ നാൾ ഇതിന്റെ കൂടെ നടന്നാലേ നമുക്ക് ഇതിന്റെ കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റുള്ളൂ. കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മൾ പറയുമ്പോൾ കാണുമ്പോൾ എളുപ്പമല്ല. കാരണം ഞാനും ഒരുപാട് അനുഭവിച്ചത്. കാണുമ്പോൾ എളുപ്പമല്ല. ആദ്യം നമ്മള് ചുമതല ഒരു ആനയുടെ കാര്യത്തിൽ ഒരു ചുമതലയായിട്ട് വരുമ്പോ ആദ്യം നമ്മൾ തീറ്റ. ആനയ്ക്ക് പ്രധാന ഘടകം എന്ന് പറയുന്നത് ആനയുടെ ആവശ്യങ്ങൾ എന്ന് പറയുന്നത് തീറ്റയും വെള്ളമാണ്. അതാണ് എപ്പോഴും നമുക്ക് ആവശ്യം. നമുക്ക് എപ്പോഴും ആ സാധനം കിട്ടാനും ബുദ്ധിമുട്ടാണ്. ഇപ്പോഴത്തെ കാലങ്ങളിൽ പാടാണ്. കാരണം പനയില്ല, ഓലയില്ല. കാരണം ആന തിന്നുന്ന സാധനങ്ങൾ അതൊക്കെയാണല്ലോ. തീറ്റയും വെള്ളവും നമുക്ക് വിമാന സമയങ്ങളൊക്കെ വരുമ്പോൾ ബുദ്ധിമുട്ടുകളുണ്ടാവും. നമ്മുടെ ഈ പണിയെ സംബന്ധിച്ച് നമുക്ക് മഴയെന്നോ വെയിലെന്നോ ഒന്നും ഇല്ല. കാരണം ഇതൊക്കെ അനുഭവിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഭാവിയിൽ. അഗദീഷും ദേവസ്വം ബോർഡിലൊക്കെ അല്ലേ എക്സ്പീരിയൻസ് വെച്ചിട്ട് വേറെ ജോലി ചെയ്ത് ദേവസ്വം ബോർഡ് സ്റ്റാഫ് അല്ല. ദേവസ്വം ബോർഡിൽ ഒരു വേക്കൻസി ഒക്കെ വരുമ്പോഴത്തേക്ക് ആ സമയത്തൊക്കെ ആനയെ കാണിച്ചൊക്കെ പേപ്പർ കൊടുത്താൽ ചിലപ്പോൾ കിട്ടിയാലോ. അങ്ങനെ ഒരു സാധ്യത ഉണ്ട് അല്ലെ ഈ ഒരു ജോലിയോട് ചിലപ്പോൾ അത് മുമ്പോട്ട് പോയാൽ അവരെ നാട്ടിലായിരിക്കും ചിലപ്പോൾ കിട്ടുന്നത്. അങ്ങനെയൊക്കെ ഉണ്ടാവും. ദേവസ്വം ബോർഡിലൊക്കെ കിട്ടുവാണെങ്കിൽ അത് നമുക്കൊരു ഉപകാരമാണ്. നമ്മൾ ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്നതുകൊണ്ട് ഇവിടെ അത്യാവശ്യം ഒരു 10-50 പരിപാടി എടുക്കാറുണ്ട്. ഒരു സീസണിൽ 50 പരിപാടി എടുക്കാറുണ്ട്. ഈ നിൽക്കുന്ന അമ്പലങ്ങളിലൊക്കെ 10 ദിവസം പരിപാടിയാണ്. 10 ദിവസത്തെ പരിപാടി. 10 ദിവസം കോലം നമ്മൾ ആനയ്ക്കായിരിക്കും. മുന്നെങ്കിൽ 10 ദിവസം എടുക്കും. ശിവലി എഴുന്നള്ളിപ്പ് വൈകുന്നേരം എല്ലാം ഉത്സവം 10 ദിവസം ഫുൾ എടുക്കും. 10 ദിവസം ഫുള്ളായിട്ട് ഉത്സവ പരിപാടികൾക്ക് അങ്ങനെയുള്ള ഒരു 4-5 അമ്പലങ്ങളുണ്ട്. അതെല്ലാവരും 10 ദിവസം ഉള്ള അമ്പലങ്ങളാണ്. തിരുവല്ലത്തൊക്കെ 10 ദിവസം, ഇവിടെ 10 ദിവസം, നമ്മളെ ഉള്ളൂർ അമ്പലത്തിൽ 10 ദിവസം. അപ്പം ഈ മുല്ലയ്ക്കിൽ പോയപ്പോൾ അവിടെ 10 ദിവസം. അങ്ങനെ 10 ദിവസം ഉള്ള അമ്പലങ്ങളിലാണ് പോകാം.
ചിട്ടകളും കാര്യങ്ങളും ഒക്കെ തിടമ്പ് എഴുന്നള്ളിക്കാനും കാര്യങ്ങളും മടക്കി കൊടുക്കുക അതൊന്നും കുഴപ്പമൊന്നുമില്ല, എല്ലാം ചെയ്തോളും. വേറെ കുഴപ്പമില്ല. ഇപ്പൊ പോറ്റിമാരായാലും നമ്മളാണെങ്കിലും ഒരുപാട് ഓവറായിട്ട് ഫ്രണ്ടിൽ കൂടെ ഒക്കെ ഈ ആന കാണാണ്ട് വന്ന് കയറാതെ നോക്കിയാൽ മാത്രം മതി. അങ്ങനെയൊന്നും ഈ ആനകളൊക്കെ ഒന്ന് കയറുന്നവർ ചിലപ്പോൾ വന്ന് തടവുകയൊക്കെ ചെയ്യും. അങ്ങനെയൊന്നും പുള്ളി ഇഷ്ടമല്ല, തൊട്ട് മുന്നിലൊന്നും നിൽക്കുന്ന ഇഷ്ടമല്ല. പിന്നെ ഈ ഭാഗത്ത് കിടമ്പും കോലം ഒക്കെ കയറി കഴിഞ്ഞാൽ ഈ പാണി വിളക്കിന് ക്രോസ് കിടക്കുന്നതിന് പുള്ളിക്ക് ഇഷ്ടമല്ല. മുന്നേ പാണി വിളക്ക് പിടിച്ചോണ്ട് കുടിക്കുമ്പോൾ അതിനെ ക്രോസ് ആയിട്ടൊക്കെ ചാടി പോയി കഴിഞ്ഞാൽ ആദ്യം സമ്മാനം നമുക്ക് തരും. അടി ആന തറഞ്ഞതിന് വിഷയമില്ല, പക്ഷേ ഈ അടിക്കുന്ന അടിയിൽ ചിലപ്പോൾ നമ്മൾ ചിലപ്പം അതേപോലെ 2-3 പേർക്ക് ഇരിക്കാൻ എന്റെ കണ്ണു മുമ്പ് വെച്ചാൽ 2-3 പേർക്ക് കിട്ടിയിട്ടുള്ളത്. കാരണം കൈക്കാണ് അടിച്ചു കൊടുത്തത്. കൈക്ക് ഒരു ഒറ്റ അടിയായിരുന്നു. വിളക്കുകാരനും കിട്ടി, വന്ന് കയറിയവനും കിട്ടി. ആ സമയത്തൊക്കെ ആനയെ നമ്മൾ ശ്രദ്ധിച്ചോണം. കാരണം ആ സമയത്തൊക്കെ ചാടിയിട്ട് നീക്കിയിട്ട് നിൽക്കുമ്പോൾ നമ്മൾ ആനയെ നോക്കി പിടിച്ച് നിന്നോണം. അങ്ങനെ നിന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരം കിടവും. ആനയെ നോക്കി കൈകാര്യം ചെയ്യണം, സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു ആനയാണ്. കാരണം എപ്പോഴും നമുക്ക് സൂക്ഷിച്ച ഈ ആനയെ സൂക്ഷിച്ച കൈകാര്യം ചെയ്യാവും. കാരണം ആനയുടെ സ്വഭാവങ്ങൾ അറിഞ്ഞ് ഈ ആനയെ കൈകാര്യം ചെയ്യാം. ഓരോ സ്വഭാവങ്ങളായിരിക്കും. ഇപ്പൊ ഞാൻ 5 വർഷമായിട്ട് ഈ ആനയ്ക്ക് നിന്നതിന് എനിക്ക് ഒരു 2-3 പ്രാവശ്യം എനിക്ക് നല്ല രീതിക്ക് തട്ട് കിട്ടിയ ഈ ആനയുടെ കയ്യിൽ. അത് കൊല്ലം പരിപാടിയൊക്കെ പോയിട്ട് ഇവിടെയൊക്കെ അടിച്ച് പൊടിച്ച ഈ ആന ഈ എല്ലാമൊക്കെ പൊട്ടിപ്പോയത്. അത് കഴിഞ്ഞ് കൈ പോയി. അത് കഴിഞ്ഞ് പിന്നെ ഈ വാരിയൻ്റെ ഇവിടെയൊക്കെ 2-3 തട്ടൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ അപ്പോഴും ഞാൻ വേറെ കുഴപ്പമൊന്നുമില്ല, ആനയെ പിടിച്ചോണ്ടു വേറെ കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഇപ്പോഴും മുമ്പോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്, വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് പൊക്കോണ്ടിരിക്കുകയാണ്. അത് നിങ്ങളുടെ ജോലിയുടെ ഭാഗങ്ങളാണ്. കാരണം ആനയുടെ ഇറങ്ങുമ്പോൾ എന്റെ ആശാൻ എന്നെ പഠിപ്പിച്ചതെന്ന് പറഞ്ഞാൽ ഒരു ആനയുടെ കൂടെ ഇറങ്ങുമ്പോഴത്തേക്ക് അതിന് ഒരുപാട് ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഉണ്ട്. അതെല്ലാം അനുഭവിക്കാൻ തയ്യാറാണെങ്കിൽ മാത്രമേ, കാരണം പ്രകൃതിയായി തന്നിട്ടുള്ള മഞ്ഞും മഴയും വെയിലും എല്ലാം കൊണ്ടേ പറ്റും. അവിടെ നമുക്ക് മഴ പെയ്തെന്ന് പറഞ്ഞുകൊണ്ട് കയറിയിരിക്കാനോ വെയിൽ കൊണ്ടെന്ന് പറഞ്ഞുകൊണ്ട് 10 മിനിറ്റ് ഇരിക്കാനോ പറ്റില്ല. കാരണം ആനപ്പണി അത് പറ്റത്തില്ല. ആനപ്പണി പ്രകൃതിയായി ഇണങ്ങുന്ന പണിയാണ് ആനപ്പണി. അപ്പൊ അത് നമ്മളായാലും ആനയായാലും അത് അനുഭവിച്ചു പറ്റും. അത് ഈ പണിയിലുള്ളതാണ്. അപ്പം അച്ഛൻ മരിച്ചിട്ടായിരിക്കും ചിലപ്പോൾ ഉത്സവപ്പറമ്പിൽ പരിപാടി എടുത്തോണ്ടിരിക്കും. അപ്പം ഞാൻ ഈ മുല്ലയ്ക്കൽ പരിപാടിക്ക് പോയപ്പോൾ എന്റെ അമ്മായി അച്ഛൻ മരിച്ചു. എന്നെ അവരത്തെ ആൾക്കാർ എന്നെ അറിയിച്ചില്ല. കാരണം മരണം നടന്നു, പക്ഷെ എന്നെ അറിയിച്ചില്ല. കാരണം അവിടെ പരിപാടി എടുത്തോണ്ടിരിക്കുക. അപ്പം നമുക്ക് ആനയെ പരിപാടി ഇട്ടിട്ട് കോലം കയറ്റിയിരിക്കുന്ന ആനയെ നമുക്ക് ഇട്ടിച്ച് ഇവിടെ വരാൻ പറ്റും. പിന്നെ പരിപാടി കഴിഞ്ഞിട്ടാണ് ആനയും കൊണ്ട് ഞാൻ ഇവിടെ വന്നിട്ടാണ് പിന്നെ പോകണം. അങ്ങനെ ബുദ്ധിമുട്ടുകളൊക്കെ ഞാൻ എന്റെ മാമൻ മരിച്ച സമയത്ത് ഞാൻ ഈ ആനയും കൊണ്ട് ഈ വേറൊരു പ്രൈവറ്റ് ആനയെ അഴിച്ചിട്ട് അതിനെയും കൊണ്ട് ആനയുടെ അമ്പലത്തിൽ പരിപാടിക്ക് നിൽക്കുക. പരിപാടിക്ക് നിൽക്കുമ്പോഴാണ് മാമൻ മരിക്കണം. മാമൻ മരിച്ചിട്ടും ഇവർ ഈ ആനയെ കൊണ്ട് കെട്ടിയതിന് ശേഷം എൻ്റെ അടുത്ത് പറയണം. കാരണം നമുക്ക് ആ സമയത്ത് നമുക്ക് പോകാൻ പറ്റത്തില്ല, ആനയെ വിട്ട് പോകാൻ പറ്റില്ല. പരിപാടി നമുക്ക് നിർത്തിയിട്ട് പോകാനായിട്ട് പറ്റത്തില്ല. ചില സമയങ്ങളിൽ അങ്ങനെയാണ്. അത് ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റത്തില്ല ഏത് സമയത്താണ് ഇത് കയറി വരണമെന്ന് പറയാൻ പറ്റത്തില്ല. പിന്നുള്ളത് നമ്മുടെ ഉള്ളൂർ കാർത്തികേയന്റെ പല വീഡിയോസിലും മുമ്പൊക്കെ വന്നിട്ടുള്ള വീഡിയോസിലെല്ലാം ഈ വിഷ്ണു എന്ന് പറയുന്ന പാപ്പാൻ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. ന്യൂസിൽ വരെ വന്നിട്ടുണ്ട് ചെറുതായിട്ടൊക്കെ. അതൊക്കെ വന്നിട്ടുണ്ട്, അതൊക്കെ വരുമല്ലോ, ഇടയ്ക്കിടയ്ക്കൊക്കെ വരും. അതുകൊണ്ട് തന്നെ കേരളത്തില് ആനയുമായിട്ട് ബന്ധപ്പെട്ട ആർക്കും അങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. വിഷ്ണു ആണ് ഉള്ളൂർ കാർത്തികേയന്റെ പാപ്പാൻ എന്ന് വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യം. അല്ല അങ്ങനെ പറഞ്ഞല്ല, ഇടയ്ക്കിടയ്ക്ക് ഓരോ വാർത്തകൾ പറഞ്ഞത് വേറൊരു കാര്യം. അവിടെ ആനയായിട്ടും അവിടുത്തെ ആൾക്കാരോട്ട് ചെറിയൊരു മുഷിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായതാണ്. വേറെ പ്രത്യേകിച്ച് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും വൈരാഗ്യം ആരെടുത്തും ഇല്ല. അത് പൊതുവേ ഉള്ള ചെറിയ വിഷയങ്ങൾ. ആ വിഷയങ്ങൾ അതിന്റെ പുറകെ നമ്മളും വലിഞ്ഞ് പോയത് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ് ഞാൻ ഇട്ടേച്ച് പോയത്. ആന ഇട്ടേച്ച് പോയത്. ഞാൻ രണ്ടാമത് വീണ്ടും എന്നെ വിളിച്ചു വരുത്തിയതാണ്. കാരണം ഞാൻ ആന കെട്ടിട്ട് പോയതാണ്. കാരണം നമുക്ക് അങ്ങനെ ഈ പ്രശ്നത്തോട് കൂടി ആന കയറാൻ താല്പര്യമില്ല. അത് നമ്മൾ അന്വേഷിച്ചാൽ അറിയാൻ സാധിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങള് പാപ്പാന്മാരെത്തുന്നതിന് മുമ്പ് തന്നെ കുറച്ച് ആന സ്നേഹികൾ, ആനയെ സ്നേഹിക്കുന്ന അവിടെയുള്ള കുട്ടികൾ തന്നെ അവര് വെള്ളം കൊടുക്കുകയും മറ്റും കൈകാര്യം ചെയ്യും. അപ്പൊ അവരുടെ സുരക്ഷിതത്വം കൂടെ കരുതിയിട്ട് ചേട്ടൻ വിലക്കിന്നാണ് നമ്മൾ അവിടെ വേറെ ചേട്ടൻ അങ്ങനെ കയറലും നമ്മളുള്ളപ്പോഴും മാത്രമേ കൈകാര്യം ചെയ്യാവൂ എന്നൊക്കെ പറഞ്ഞതിൽ തുടങ്ങിയ ഒരു ചെറിയ പ്രശ്നമാണ്. മതപ്പാടി കെട്ടിയിരിക്കുന്ന ആനയാണ്. മതപ്പാടി കെട്ടി പൊതുവേ നമുക്ക് എല്ലാ ആനകളെടുത്തും അത് പറ്റത്തില്ല. ചില സമയങ്ങളിൽ നമ്മൾ ആനയെ കൈകാര്യം ചെയ്യുന്ന സമയത്ത് നമ്മൾ ആനയും ആനക്കാരും കൈകാര്യം ചെയ്യുമ്പോൾ അത് വ്യത്യാസം വേറെയാണ്. നമ്മുടെ ആനയായിട്ട് ബന്ധപ്പെടുന്നത് വേറെയാണ്. കാരണം നമ്മൾ 365 ദിവസം ആനയുടെ കൂടെ മറ്റൊരാൾ കയറി വന്നിട്ട് ആനയ്ക്ക് വെള്ളം കൊടുത്തിട്ട് ആനയുടെ തറ വൃത്തിയാക്കിയിട്ടില്ല, മരുന്ന് വെച്ചിട്ടില്ല, ആനയുടെ മറ്റുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല, ആനയെ തണുപ്പിച്ചിട്ടില്ല, ആനയുടെ എണ്ണക്കല കഴുകിയിട്ടില്ല, ഈ പറഞ്ഞ ജോലികൾ. അപ്പൊ വെള്ളം കുടിച്ച് കഴിയുമ്പോഴത്തേക്കും നീരി നിൽക്കുന്ന ആനയെ സമ്മതിക്കില്ല. ആനയ്ക്ക് ദാഹത്തിന് വെള്ളം കിട്ടി കഴിഞ്ഞില്ലേ പിന്നെ ആനയെ സമ്മതിക്കുമോ? ആനയെ സമ്മതിക്കാൻ ആന നീരി നിൽക്കുന്ന ആനയെ നമുക്ക് എന്തെങ്കിലും കയറി ചെയ്യാൻ പറ്റുമോ? അപ്പൊ ചില സമയങ്ങളിൽ നമുക്ക് ആനയായിട്ട് ചിലപ്പോൾ മുഷിയേണ്ടി വരും. കാരണം മുറിവൊക്കെ ഉള്ള ആനകളാണെങ്കിൽ ആനയായിട്ട് മുഷിയേണ്ടി വരും. കാരണം അവിടെ മതപ്പാടാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് കാര്യമില്ല. കാരണം ഈ മുറിവ് വലുതായി പഴുത്തു അതിനകത്ത് പുഴുവോ മറ്റുള്ള കാര്യങ്ങളായി കഴിഞ്ഞാൽ ചിലപ്പോൾ ആ കൈയും കാലും ഒക്കെ പോവേണ്ട അവസ്ഥ വരും. നടയും അവനൊക്കെ ഇല്ലാണ്ടായി പോകും. അപ്പൊ നമ്മളെ സൂക്ഷിക്കേണ്ട സമയത്ത് സൂക്ഷിക്കണം. പക്ഷെ അതിനെ ആനയ്ക്ക് വേണ്ടി 2 തല്ല് കൊടുക്കേണ്ടി വന്നു. ആ തല്ല് കൊടുത്തപ്പോൾ നമ്മൾ കുറ്റക്കാരനായി. അതിപ്പം മതപ്പാടി കെട്ടിയിരിക്കുന്ന ആന ഇതിപ്പോ നാളെ ഒരു ആനക്കാരനെ തള്ളിയിട്ട്
കൊന്നു കഴിഞ്ഞാൽ ആനക്കാരൻ കഞ്ചാവായിരുന്നു അല്ലെങ്കിൽ വെള്ളമായിരുന്നു അല്ലെങ്കിൽ ചാരായം കുടിച്ചിട്ട് അവൻ വെളിവില്ലാത്തതുകൊണ്ട് ആനയുടെ കീഴിൽ കയറിയെന്ന് പറയും. പക്ഷെ അതൊന്നും ആനയുടെ കാര്യങ്ങൾ എന്താണെങ്കിലും എന്ത് സംഭവിച്ചു എന്ന് അവർ ചോദിക്കില്ല. നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുന്ന കാര്യങ്ങൾ മാത്രമേ അവർ പറയത്തുള്ളൂ. എന്ത് കാരണം കൊണ്ടാണ് പാപ്പാൻ അങ്ങനെ ചെയ്യുന്നത് അല്ലെങ്കിൽ ആനയെ ഒന്ന് കൺട്രോൾ ചെയ്യുന്ന എന്ന് ആരും ആനകളെ ഞാൻ പറഞ്ഞില്ലേ, പൊതുവെ ഈ ആനയെന്നല്ല ഏത് ആനകളാണെങ്കിലും അതിന്റെ സ്വഭാവം അനുസരിച്ചായിരിക്കും അതിനെ കൈകാര്യം ചെയ്യുന്നത്. സ്വഭാവം അനുസരിച്ചായിരിക്കും. ചിലപ്പോൾ നമുക്ക് ചില ആനകളെ നമുക്ക് ചിലപ്പോൾ രാവിലെ അഴിക്കുമ്പോൾ തന്നെ 2 എണ്ണം കൊടുക്കാതെ അഴിക്കാൻ പറ്റത്തില്ല. ആ ചില ആനകൾ അങ്ങനെയാണ്. ഇന്ന് നമ്മുടെ നെഞ്ചത്തൂടെ കമന്നു നമ്മുടെ കുടുംബക്കാർക്ക് ഇല്ലാണ്ടാവും. ആനയ്ക്ക് നാളെ വേറൊരു ആനക്കാരൻ മതി. പക്ഷെ നമ്മുടെ നേരത്തെ ഇത് കമന്നു നമ്മുടെ ജീവൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടുകാർക്കാരുണ്ട്. അപ്പം നമ്മുടെ സേഫ്റ്റിയും വലുതായിരിക്കണം, ആനയുടെ സേഫ്റ്റിയും വലുതായിരിക്കണം. നമ്മൾ കൊണ്ടു നടക്കുമ്പോൾ മറ്റൊരാൾക്ക് ഒരു പോറിൽ വരാനും പാടില്ല. ആനയാണ് എന്നുള്ള ബോധം അവർക്കും വേണം, നമുക്കും വേണം, കാണുന്നവർക്കും അത് വേണം. കാരണം ചിലവര് 2 എണ്ണമൊക്കെ അടിച്ചിട്ട് ഒന്ന് ആനയുടെ കീഴിലൊക്കെ ചെന്ന് കയറി. അങ്ങനെ ചെന്ന് കയറുമ്പോഴത്തേക്ക് ഒരുപാട് അപകടങ്ങൾ അതിനകത്ത് ഒളിഞ്ഞിട്ട് പോകും. കാരണം ആനകൾ ചിലപ്പോൾ തീറ്റയൊക്കെ എടുത്ത് ചിലപ്പോൾ മുഷിൽ നിൽക്കുന്നതായിരിക്കും. പല മൈൻഡിലായിരിക്കും ആനകൾ നിൽക്കുന്നത്, പല സ്വഭാവത്തിലായിരിക്കും. ചിലപ്പോൾ ഇപ്പൊ രാവിലെ കാണുന്ന സ്വഭാവം ആയിരിക്കത്തില്ല, കുറച്ച് കഴിയുമ്പോൾ പല സ്വഭാവങ്ങളായിരിക്കും. ആനകളെ തലയിലെന്ന് പറയുന്നത് മിനിറ്റിന് സ്വഭാവങ്ങൾ മാറി വരും. പലപ്പോഴും പല ചിന്തകളാണ്. അപ്പം നമ്മുടെ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മുടെ നമ്മളെ ആനയെ മുടിവിൽ കയറി കൈകാര്യം ചെയ്യുമ്പോൾ ആന നമ്മുടെ കൺട്രോളിലാണ്, നമ്മുടെ ശ്രദ്ധയിലാണ്. നമ്മൾ എന്ത് സംസാരിക്കുന്നു അല്ലെങ്കിൽ ആനയുടെ എന്ത് പറയുന്നു എന്നൊക്കെ ആന നമ്മുടെ. പക്ഷെ അത് കേൾക്കാതിരിക്കുന്ന സമയങ്ങളുണ്ട്. ആ സമയത്ത് ചിലപ്പോൾ നമുക്ക് 2 അടിയൊക്കെ കൊടുക്കേണ്ടി വരും. അത് സ്വാഭാവികം. അത് ആന ഈ ആനയല്ല, ആനയ്ക്ക് അത് അടി കൊടുക്കാൻ ആനയും കൊണ്ടു നടക്കാനും പറ്റത്തില്ല. ആനേനെ ഇണക്കുമല്ല, അത്യാവശ്യം മെരുക്കുവാണ്. ഇപ്പൊ നമ്മുടെ വീട്ടിൽ ഞാൻ ചോദിക്കട്ടെ, ഒരു വീട്ടിലൊരു പട്ടിയെ നമ്മൾ വളർത്തുക, മേടിച്ചിട്ട് അതിനെ വളർത്തിയിട്ട് അത് നമ്മളെ തന്നെ കടിക്കാൻ നിന്നാൽ നമ്മളതിന് ആഹാരം കൊടുക്കുന്നു, വെള്ളം കൊടുക്കുന്നു, മറ്റുള്ള കാര്യങ്ങളെല്ലാം കൊടുക്കുന്നു, നമ്മളെ തിരിഞ്ഞ് കടിക്കാൻ നിന്നാക്കി നിൽക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പം ചില സമയങ്ങളിൽ നമ്മുടെ വീട്ടിലുള്ള കൊച്ചു പിള്ളേരാണെങ്കിലും ചിലപ്പോൾ അവർ തെറ്റ് കാണിക്കുമ്പോൾ നമ്മളത് പറയുക അല്ലെങ്കിൽ ചിലപ്പോൾ ശാസിക്കുകയും ചെയ്യും. അതുപോലെ തന്നെയാണ് ആനകളെ. നമ്മൾ അങ്ങനെ കൊച്ചു പിള്ളേരെ ബുദ്ധിയാണ് ആനയ്ക്ക്. ഒരു കൊച്ചുകുട്ടീനെ പോലെയാണ് അവരതിന്റെ സ്വഭാവമാണ് അതിന്റെ ബുദ്ധിയെ ഉള്ളൂ. അതിന്റെ ചില കാര്യങ്ങളിൽ മാത്രം ചിലപ്പോൾ ആനകൾ ചെയ്യാൻ നിന്നത് തീർത്ത് ചെയ്യും. അവര് തീർത്ത് ചെയ്തിട്ട് അവർ പോകും. അവർക്കത് ആനകളല്ലേ ഇതിനെ കയറി നമ്മൾ കയറി കിട്ടി പിടിക്കാനോ പറ്റത്തില്ല. കാരണം ആന വിഷയങ്ങൾ ഉണ്ടായി കഴിയുമ്പോഴത്തേക്ക് തള്ളിയിട്ട് ഞാനൊക്കെ കാണും. എന്റെ ആശാനെയൊക്കെ വെച്ചുകൊണ്ട് കാണിക്കുന്നതൊക്കെ ഞാൻ കണ്ണ് തള്ളിയിടും. എന്റെ ആശാന ആനയെ തീറ്റ എടുത്തോണ്ട് വന്നിട്ട് ആനയെ അവിടെ പിടിച്ച് കെട്ടി ആന അടിച്ച അടുത്ത ഒരു പനയുണ്ട്, ഒരു പന വലിച്ചോണ്ട് വരണം. വലിച്ചോണ്ട് വരാൻ വേണ്ടിയിട്ട് ആന ഇവിടെ ഞാൻ നിർത്തിയിരിക്കുക. ആന ചെന്നങ്ങോട്ട് കഴിച്ചോട്ടെ ഞാൻ ചാടി നടയെ കൂടെ മേളിൽ കയറി ഇടയൊക്കെ കൂട്ടി എല്ലാം ക്ലിയർ ആയി. ആന അയച്ചത് ഇങ്ങോട്ട് കയറി പോനെന്ന് പറഞ്ഞില്ല. ആശാന ഇങ്ങോട്ട് കൈക്ക് ഇങ്ങനെ വാരി എടുത്തിട്ട് ഒരു 3 കുത്തുഭാഗ്യം പോലെ കൊണ്ടില്ല. മേളിൽ ഞാനെ വെട്ടി ആനയെ ഉടക്കി വെച്ചിട്ട് ആന ഉടക്കം വെച്ചുകൊണ്ടാണ് ആന കുത്തുന്നത്. ആനയുടെ ആ ഒരു നോക്കണം. അത് 5 മിനിറ്റത്തേക്ക് 10 മിനിറ്റത്തേക്കേ ഉള്ളൂ. 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് വിളിച്ചോണ്ട് പോവാം. വിഷയമില്ല. കാരണം ആനയൊക്കെ അങ്ങനെയാണ്. അങ്ങനത്തെ ആനകളാണ് അതൊക്കെ. ധർമ്മനാനെ പുത്തങ്കുളത്ത് ആന. ചില ആനകൾ അങ്ങനെയാണ്. ചില സമയങ്ങളിൽ ഇപ്പൊ എല്ലാവരും പറയാം ആനകളല്ലേ ഇത് എപ്പോഴും ഇങ്ങനെ കാണിക്കുന്നത്. ഇതിനെ പ്രത്യേകിച്ച് ഇതിന് ആനയും നമ്മളുമായിട്ട് രാവും പകലും ഇതിന്റെ കൂടെ ഉള്ളവരാ. അപ്പൊ ഇതിന്റെ സ്വഭാവം കറക്റ്റായിട്ട് നമുക്ക് അറിയാൻ പറ്റും. ഇതിന്റെ സ്വഭാവം മാറുവാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റില്ല. നമ്മുടെ കൂടെ രാവിലെ നമ്മൾ അഴിച്ചുകൊണ്ട് നടക്കുന്ന ആനയല്ലേ 10 മിനിറ്റ് നമ്മൾ കൂടെ എന്തോന്നാണെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ആന നമ്മളെ നേരെ അറ്റാക്ക് ചെയ്യാൻ നിൽക്കുമ്പോൾ ചിലപ്പോൾ അവിടെ നമുക്ക് സ്നേഹം കൊണ്ട് അവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അവിടെ ഭയം കൊണ്ട് മാത്രമേ ഭയത്തിൽ മാത്രമേ ആന ഇവിടെ നിർത്താൻ പറ്റും. അല്ലാതെ സ്നേഹം കൊണ്ട് നമ്മൾ ഈ ആൾക്കാരൊക്കെ പറയും 2 പഴമൊക്കെ മേടിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആന ഇവിടെ നിൽക്കുന്നു. ആന നിൽക്കത്തില്ല. ആന ഏതെങ്കിലും ഒരു മരത്തെ പിടിച്ച് കെട്ടി കഴിയാതെ നമുക്ക് നമ്മളെ ആനപ്പാപ്പന്മാർക്ക് ഒരു സമാധാനവും ഇല്ല. അതിന് മരത്തെ കെട്ടിക്കഴിഞ്ഞാൽ നമ്മൾ രാജാവാണ്. കാരണം അത് എവിടെയും പോകില്ല, അത് മരത്തിൽ തന്നെ. നമ്മള് ആന കെട്ടാണ്ടിരിക്കുമ്പോൾ നമ്മളിതില്ല. ഇപ്പൊ അതെങ്ങനെ ഒരു മരത്തിൽ നിന്ന് ആനയെ അഴിച്ചുകൊണ്ട് പോയിട്ട് തിരിച്ച് ആ മരത്തെ കൊണ്ട് കെട്ടുന്നത് വരെ നമുക്ക് ഉയിര് പേടിയാണ്, ഉള്ളിൽ തീയാണ്. കാരണം ആനയാണത്. നമ്മൾ എന്തൊക്കെ പറഞ്ഞാൽ കാട്ടിലൊരു വന്യമൃഗമാണ്, വന്യജീവിയാണ്. അപ്പം അതിന്റെ ശക്തിയോടൊപ്പം മനുഷ്യരിക്കാൻ നമുക്ക് പറ്റത്തില്ല. അതിന് നമുക്ക് ആയുധങ്ങൾ വേണ്ടി വരും. ആനയ്ക്ക് ആയുധം വേണ്ട. ആനയ്ക്ക് ആയുധം ഉണ്ട്. ആനയുടെ കയ്യിൽ തന്നെ ആനയുടെ ദേഹത്ത് തന്നെ ആനയുടെ ആയുധങ്ങളുണ്ട്. നമുക്കാണ് ആയുധം വേണ്ടത്. അല്ലെങ്കിൽ പിന്നെ ഈ തോട്ടിയും പൊടിയും കൊണ്ട് നടക്കേണ്ട കാര്യമില്ലല്ലോ. അതൊരു സത്യമായ കാര്യമാണ്. ആനയെ ആയുധം തന്നെയാണ്. ഇപ്പൊ കാട്ടിൽ നിന്ന് പിടിക്കുന്ന ആനകളെ നമ്മളിപ്പോ ഞാൻ ചോദിക്കട്ടെ, കാട്ടിൽ നിന്നൊക്കെ ഒരു ആനയെ കൊണ്ടുവരുമ്പോൾ 2 ആനയെ താപ്പാനെ കൊണ്ടുപോയി എന്തുകൊണ്ടാണ് അതിനെ പിടിച്ചൊക്കെ വണ്ടിക്കകത്ത് കയറ്റുന്നത്? അത് ആനയെ ഭയത്തി ആനയ്ക്ക് 2 ഇടിയൊക്കെ ആനകളെ കയ്യിൽ നിന്ന് 2 ഇടിയൊക്കെ കിട്ടി കഴിയുമ്പോഴത്തേക്ക് അത് കൂട്ടിനകത്ത് മെരിക്കാൻ പറ്റത്തുള്ളൂ. അതിന് ഭയം കൊടുത്ത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ആനയെ മുമ്പ് കയറി ചെന്നിട്ട് നമുക്ക് അങ്ങനെ പറഞ്ഞ ആന കേൾക്കുക? ആന കേൾക്കത്തില്ല. ആനയ്ക്ക് എല്ലാം അറിയാമായിരുന്നെങ്കിൽ ആന നമ്മുടെ കൂടെ ഇങ്ങനെ നടക്കുക. പണ്ട് കാലത്ത് സ്നേഹച്ചട്ടമൊക്കെ ഉണ്ടായിരുന്നു. 100 ആനകളിൽ ചിലപ്പോൾ 80 ആനയെ നമുക്ക് അങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ആനകളായിരിക്കത്തില്ല. അതിനകത്തൊരു 10-15 ആനകളൊക്കെ നമുക്ക് ചിലപ്പോൾ തട്ടും മുട്ടും ഒന്നും ഇല്ലാണ്ട് കൊണ്ടു നടക്കാം. അതിന് ബാക്കിയുള്ള ആനകളെ എന്ന് പറയുന്നത് അങ്ങനെ കൊണ്ടു നടക്കാൻ പറ്റൂല. കാരണം ചില ആനകളെ ഒരു മരത്തെ അഴിച്ചുകൊണ്ട് പോകണമെങ്കിൽ 3 പേരെങ്കിലും വേണം. അങ്ങനെ ചില ആനകളെ അഴിച്ചുകൊണ്ട് പോകണം. കാരണം 3 പേരില്ലാതെ ആന തറയുന്ന അഴിക്കാൻ പറ്റത്തില്ല.
ഞാനും ഒരാൾക്ക് പറയാം. ഇപ്പോൾ എനിക്ക് പറയാം, ഒരാൾ ചിലപ്പോൾ ചില ആനകൾ ചിലപ്പോൾ അഴിച്ചു വിടുമ്പോൾ കൈ വിടാൻ നിൽക്കുന്ന ആനകളായിരിക്കും, എന്ന് പറഞ്ഞാൽ ഓടാൻ നിൽക്കുന്ന ആനകളായിരിക്കും. അഴിച്ചു വിടുമ്പോൾ തന്നെ നമ്മൾ കൈ വിടാൻ വേണ്ടി കൈ വിടുന്ന ആനകളുണ്ട്. നമ്മളങ്ങനെ ചങ്ങല അങ്ങോട്ട് തട്ടി വിടാൻ വേണ്ടി കാത്തിരിക്കുക ഓടാൻ. അപ്പോൾ അങ്ങനെയുള്ള ആനകളൊക്കെ ചിലപ്പോൾ 3 പേരെ വെച്ച് കൈകാര്യം ചെയ്യേണ്ടി വരും. 3 പേരെ വെച്ച് കൈകാര്യം ചെയ്യേണ്ടി വരും. അതിന്റെ ഒന്നാനക്കാരൻ, രണ്ടാനക്കാരൻ, കൈയാളോട്ട് 3 പേര് ആനയ്ക്ക് അത് ഇതാണ്. കാരണം അത്രയോളം സേഫ്റ്റി നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. കാരണം ഈ 3 പേര് നിൽക്കുമ്പോൾ നമ്മൾ തമ്മിൽ ഇവരെ 3 പേരെയും കാക്കേണ്ടത് നമ്മൾ കടമയാണ്. അപ്പം ഞാൻ നിൽക്കുമ്പോൾ അവരെന്നെ നോക്കണം, അവർ നിൽക്കുമ്പോൾ അവരെ ഞാൻ നോക്കണം. ഇതിനകത്ത് ആനയെ നോക്കണം, പുറത്തുള്ള ആൾക്കാർ ഇത് നോക്കണം, ആരും വന്ന് കയറാണ്ടെയും മറ്റുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാണ്ട് നോക്കണം. ആനയെ കൈകാര്യം ചെയ്യുന്നതിനോടൊപ്പം പുറത്തുനിന്നുള്ള ഈ ഉത്സവത്തിനൊക്കെ ചില ആൾക്കാരെ വന്ന് ആനയെ തൊടുന്നതും കാര്യങ്ങളും ചെയ്യും. നമ്മൾ തൊടുന്നതിന് നമുക്ക് വിരോധമൊന്നും ഉണ്ടായില്ല. നമ്മളിത് പറഞ്ഞിട്ട് ചെയ്താൽ നമുക്ക് പ്രശ്നമില്ല. കാരണം നമ്മളപ്പോൾ ശ്രദ്ധിച്ച് നിൽക്കും. മറ്റേ ഓർക്കാപ്പുറത്തൊക്കെ ഒന്ന് ആനയുടെ ദേഹത്ത് തൊടുമ്പോഴത്തേക്ക് ആന ഓടി തലകൊണ്ട് വീശിയുള്ള അടിയായിരിക്കും. ഈ അടിയിൽ നമുക്കും കിട്ടും, ഈ കൂടെ നിൽക്കുന്നവർക്കും കിട്ടും. നമ്മുടെ ആനയാണ് ഇതൊരു ജനക്കൂട്ടത്തിലാണ്, ഇത് ചുമ്മാ ഒന്ന് ഓടിയാൽ മതി, തീർന്നു, എത്ര ജീവൻ നഷ്ടപ്പെടും. അപ്പൊ ഇത്രയും കാക്കേണ്ട ഒരു ഇതുണ്ട്. ആനകളല്ലേ അങ്ങനെ ഇനി കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. അതിപ്പോ എല്ലാ ആനകളും അങ്ങനെ ഒന്നുമല്ല. 100-ൽ ഞാൻ പറഞ്ഞില്ലേ, ഒരു 80 ആനകൾ നമുക്ക് അങ്ങനെ ചെയ്യാം. ബാക്കി 20 ആനകളൊക്കെ നമുക്ക് വലിയ ആനക്കെല്ലാം അറിയാവുന്ന ആനകളാണ്. കാരണം ആനയ്ക്ക് മറ്റുള്ളവർക്ക് ശല്യമില്ല. പക്ഷെ ഇതിനെ പോലുള്ളത് അങ്ങനെയല്ല, നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് അറ്റാക്ക് ചെയ്യും. ചെയ്യും മറ്റുള്ളവർ അറ്റാക്ക് ചെയ്യുന്ന ആനകളാണ്. കാരണം നമ്മളിപ്പോ നിൽക്കുമ്പോൾ 2 പഴമൊക്കെ വാങ്ങിച്ചോണ്ട് കൊടുത്തിട്ട് അങ്ങ് പോവാം. പക്ഷെ നമ്മൾ നിൽക്കുമ്പോൾ തന്നെ നമ്മൾ ഇതിന്റെ മുഖത്ത് തടവാൻ പോണത് അതൊന്നും പുള്ളിക്ക് ഇഷ്ടമല്ല. അപ്പൊ പുള്ളി കുറച്ചു നേരം നോക്കിക്കൊണ്ട് അത് കഴിഞ്ഞപ്പോൾ അടിയാ, കൊമ്പിനുള്ള അടിയാ. കൊമ്പിനുള്ള അടിക്കൊക്കെ ഒരു ആനയുടെ കയ്യിൽ നിന്നൊക്കെ പറഞ്ഞാൽ കിട്ടി കഴിഞ്ഞാൽ അത് ഇരിപ്പതായിരിക്കും നമുക്ക്. കാരണം എനിക്ക് അങ്ങനെ അനുഭവം ഉള്ളത് കൊണ്ട് നമുക്ക് ഇപ്പൊ ഞാൻ പൊതുവെ അങ്ങനെ ആരും അടുപ്പിക്കാറില്ല. നമ്മുടെ സുരക്ഷിതത്തിന്റെ ഭാഗമായിട്ട് അങ്ങോട്ട് ഫോട്ടോ എടുത്ത് കൊടുക്കാനോ അല്ലെങ്കിൽ അതൊന്ന് തൊടാനൊക്കെ ആഗ്രഹമില്ലാത്തവരിൽ ആരുമില്ല. ആനയെ കണ്ട ആഗ്രഹിക്കാത്തവരാരുമില്ല. പക്ഷെ അത് ചില സമയങ്ങളിൽ നമുക്കത് പറ്റത്തില്ല. ചിലപ്പോൾ ആനയുടെ മൈൻഡുകൾ ചിലപ്പോൾ പല മൈൻഡിലായിരിക്കും നിൽക്കുന്നത്. ആനകൾ പല ചിന്തയിലായിരിക്കും. ചിലപ്പോൾ രാവിലെയൊക്കെ ചില ആനകളൊക്കെ ഒന്ന് അഴിക്കുമ്പോൾ നോക്കി കണ്ടൊക്കെ അഴിച്ചില്ലെങ്കിൽ ശരീരം കേടാവും. കാരണം എൻ്റെ ആശാന്റെ പേര് പരമേശ്വരൻ പുള്ളിയാണ്, പലയാലപ്പുഴ ഉള്ളത്. പുള്ളി എൻ്റെ ആശാന. പുള്ളിയുടെ കൂടെ ഞാൻ ഒരുപാട് ആനയ്ക്കുന്നത്, ഒരുപാട് കാര്യങ്ങളുണ്ട്. പുള്ളിയുടെ ഞാനൊക്കെ ആനയെ കഴുകിക്കൊണ്ട്, ഞാനൊക്കെ ആദ്യമായിട്ട് ആനപ്പണിക്ക് ഇറങ്ങുന്ന സമയത്ത് ആനയെ കല്ലിന് ആനയെ കഴുകണം, ഭരണിക്കല്ലെന്ന് പറയും. ഭരണിക്കല്ലിൽ ഒരു ആനയെ കഴുകി ആനയുടെ വരക്കെട്ട് നോക്കി ആനയെ കഴുകി വിടാൻ. അപ്പം നല്ല മെയ്ക്കുട്ടിയുള്ള ആനകളാണ്. ഈ മെയ്ക്കുട്ടിയുള്ള ആനയ്ക്ക് കല്ലിന് കഴുകി വിടുമ്പോഴത്തേക്ക് നമ്മൾ ഒരു വരക്കെട്ട് മാറിക്കഴിഞ്ഞാൽ അവരെ കഴുകിക്കൊണ്ടിരിക്കുന്ന കല്ലിന് ഇതാ ഈ കെണ്ടയ്ക്കായി ഇടിക്കണം. ഇടിച്ചങ്ങ് പൊട്ടിക്കോടെ. നമ്മൾ കുറച്ചു നേരം പോയിരുന്ന് കരഞ്ഞിട്ട് വീണ്ടും ഇവിടെ ആടാന്ന് പറഞ്ഞാൽ നമ്മൾ അപ്പം തന്നെ ചെല്ലും, വീണ്ടും കഴുകി വിടും. അന്നേരം ഇത് ഒരു പുറം മൊത്തം കഴുകി തീർന്നെന്ന് വെച്ചോ, ഫുള്ള് നമ്മൾ രണ്ടും കഴുകി തീർന്ന് എല്ലാം കഴുകി തീർന്ന് രാവിലെ ഒന്നും കഴിക്കാണ്ടാക്കാൻ നിൽക്കുമായിരിക്കും. ചിലപ്പോൾ ഈ കല്ലെല്ലാം കഴുകി അങ്ങോട്ട് വൃത്തിയാക്കി ആയിട്ട് ആനയെ കഴുകി തീർത്ത് വൈകുന്നേരം 6 ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് ചൂട് ചോറും ചൂട് മീൻകറിയൊക്കെ. അതിനകത്ത് ഈ കല്ലിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനയെ കഴിയുന്നോറും നമ്മുടെ ഈ ശരീരത്തെ ഈ മാംസം കല്ല് തിന്നുകൊണ്ടിരിക്കും. അപ്പം മുറിവ് പോലെ ഇരിക്കും, പൊള്ളി ഇരിക്കും. അപ്പൊ ഈ ചൂട് ചോറിനകത്ത് ഇത് വാരി തിന്നുമ്പോൾ ഉണ്ടാകുള്ള ഒരു വിഷമവും നമുക്ക് ഇതൊക്കെ ഉണ്ട്, സങ്കടമാണ്, എന്നാൽ അതൊരു സുഖമാണ്. അങ്ങനത്തെ ഒരു കാലഘട്ടം ഞാൻ തന്നെ ഒടുവിലൊക്കെ ഇരിക്കും തോന്നിട്ട് പണി നിർത്തിയാൽ എന്താണോ. കാരണം അങ്ങനെയൊക്കെ അത്രയോളം ബുദ്ധിമുട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരു ആനയുടെ പുറത്തൊക്കെ കയറി ഇരുന്നൊരു പണിയിപ്പൊക്കെ ചെയ്യുന്ന ചില ആനകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലക്കെന്ന് പറഞ്ഞാൽ ആനകൾ കുലുക്കി തള്ളിയിടും. കുലുക്കാൻ വേണ്ടിയിട്ട് ആന പല പരിപാടി നോക്കും. ചില ആനകൾ മരത്തിന്റെ ഇടയിൽ കയറി നിരങ്ങി നമ്മളെ മേളിൽ ആളിരിപ്പോണ്ടെന്ന് പറഞ്ഞാൽ പടങ്ങളുള്ള മരങ്ങളുണ്ടല്ലേ, പടം നടക്കുന്നത്, അതിന്റെ ഇടയിലൊക്കെ കൊണ്ടുവന്ന് ഉരയ്ക്കും. ചില ആനകൾ ഈ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് കൊണ്ട് കയറും. ആനകൾ ചെയ്യണം, മേളിൽ നാളെ കളയാൻ വേണ്ടിയിട്ട് ചെയ്യണ പരിപാടികൾ. അപ്പൊ അവിടെ നമ്മൾ അതിന് വിടൂല. അവിടെ ആനയായിട്ട് നമ്മൾ മുഷിയേണ്ടി വരും. അവിടെ ആനയായിട്ട് നമ്മൾ പൈറ്റും. ആനയായിട്ട് പൈറ്റിയാൽ മാത്രമേ നമുക്ക് അവിടെ നേടാൻ പറ്റുള്ളൂ. ആനയായിട്ട് പൈറ്റേണ്ടി വരും, പൈറ്റേണ്ട സാഹചര്യങ്ങൾ വരും. അപ്പൊ അവിടെ ആനയുടെ പുറത്തിരിക്കുന്ന ഒരു ആനക്കാരൻ നടു വളഞ്ഞു കൊടുത്തേ പറ്റും. അവന്റെ നടു വില്ല് പോലെ ആയിരിക്കണമെന്നാണ്. എന്ന് പറഞ്ഞാൽ അവന്റെ നടു എന്ന് പറഞ്ഞാൽ മുട്ടിന്റെ മേളിലോട്ട് ഈ നെഞ്ചിന് താഴോട്ട് അവന്റെ നടു വളഞ്ഞു കൊടുക്കണം. ആന ഏത് സൈഡിലാണോ അവിടെ നമ്മളെ ഈ നടു വളഞ്ഞു കൊടുത്തേ പറ്റും. മേളിൽ ഇരുന്നും കൊണ്ട് ആനയുടെ നാക്കിൽ ഒരെണ്ണം കൊടുക്കണമെങ്കിൽ അവന്റെ നടു അതുപോലെ വളയണം. അപ്പൊ അത്രോളം ഇതുപോലെ ആനയുടെ പുറത്തിരുന്നാൽ മാത്രമേ, പണിയുന്ന ആനയുടെ പുറത്തിരുന്നാൽ മാത്രമേ നമുക്ക് അത് ചെയ്യാൻ പറ്റൂ. നിയന്ത്രിക്കാൻ അത് പണിയുന്ന ആനയ്ക്ക് തന്നെ നിൽക്കണം. മുഷിയുന്ന ആനകൾ ഇപ്പൊ തടി പിടിച്ചുകൊണ്ടിരിക്കുന്ന ആനയെടുത്ത് നമുക്ക് അങ്ങനെ കയറി ചെല്ലാൻ പണിഞ്ഞാൽ മാത്രമേ ആന നമ്മുടെ അടുത്ത് പൈറ്റും. എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത് ആന അംഗം കാണിക്കാൻ തുടങ്ങും. അംഗം കാണിക്കുമ്പോൾ നമ്മൾ തിരിച്ച് ആനയെടുത്ത് അംഗം കാണിക്കും. അങ്ങനെയൊക്കെ തന്നെയാണ് ഈ പണി ക്ലിയർ ആവുന്നത്. അതിലൊക്കെ ഞാൻ ഒരു കാര്യമാണ്, എന്നെ കാലയ്ക്ക് താഴെ ഇട്ടിട്ട് കുത്തിയിരുന്നു. താഴെയാണെന്ന് പറഞ്ഞാൽ മേളിൽ നിന്ന് ഒരു വർഷം തടി ഇങ്ങോട്ട് പിടിച്ചു വെച്ചു നമ്മൾ മേളിൽ ആനയുടെ പുറത്തിരിക്കും. നമ്മളെ കാലിലായിരിക്കും ആന പണിയുന്നത്. നമ്മൾ കാലിൽ പണിയുന്ന പുറകെ ഇങ്ങോട്ട് പിടിക്കാനും ആ തടിയും ഞാൻ ഇഞ്ഞടാനെന്ന് പറഞ്ഞുകൊണ്ട് കമ്പ് ഞാൻ ഓങ്ങുമ്പോൾ ഒരു നെഗത്തേര് അടിയാനും. നെഗത്തെ അടി ഞാൻ തെറിച്ചങ്ങ്
തെറിച്ച് ഞാൻ അവിടെ ചെന്ന് വീണ സ്പോട്ടിൽ തന്നെ കുത്തു അവിടെ കിട്ടി. ആന അപ്പ കമന്നു വന്ന് അവിടെ കുത്തി. ആന കമന്നു വന്ന് അവിടെ കുത്തുവാണ്. വടവട കുത്തുവാണ് ആന. 2-3 കുത്താന കുത്തുവാണ്. അപ്പൊ കുത്തു എന്റെ ആശായുടെ വല സൈഡിൽ നിൽക്കുകയാണ്. ആശാൻ പിന്നെ തോട്ടിക്ക് വെട്ടിയും ചെടുത്താണ്. വെട്ടിയെടുത്ത് മാറ്റിയും നിർത്തി. അതായത് തോട്ടിക്ക് കൺട്രോൾ ചെയ്യാൻ അതായത് തോട്ടിയും പണിയുന്നത് നമ്മളിപ്പോ ഇത്രയും വലിയൊരു ആനയുടെ ശരീരത്തിൽ ഓരോ ഭാഗങ്ങളുണ്ട്. തോട്ടി പൈപ്പ് ഇടാനും അല്ലെങ്കിൽ ഈ ഒരു വടിത്തലയിട്ട് ഒരു ആനയ്ക്ക് ഒരു വടിത്തല കൊടുക്കും. ഒരു വടിത്തലയൊക്കെ ഒരു ആനയുടെ ദേഹത്ത് ഇടണം അത്ര അറിയാന്നുള്ളവനെ ഇടും. അറിഞ്ഞൂടാ ഒരട്ടിക്കാന ഇരിക്കും. ആ ഒരട്ടിക്കാന ഇരിക്കണമെങ്കിൽ അത് അത്രത്തോളം കഴിവുള്ളവനും അറിയാന്നുള്ളവനും ആയിരിക്കണം. ഒരു തോട്ടി പൈപ്പ് മേളിൽ ഇരുന്നും കൊണ്ടൊക്കെ ഒരു തോട്ടി പൈപ്പ് ഇടുന്നതെന്ന് പറഞ്ഞാൽ അവന്റെ കൈ നിശ്ചയവും മനസ്സ് നിശ്ചയമാണ്. ഒന്ന് മനസ്സ് നിശ്ചയമാണ്. ഈ രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ കൂടെ ഉള്ളവരെ കൂടെ ഒരു ഇത് നമുക്ക് വേണം. അതുകൊണ്ടെങ്കിൽ മാത്രമേ ഈ പണി മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. മുമ്പ് കേട്ടിട്ടുണ്ട് ഈ പൊന്നൻ എന്നൊക്കെ പറഞ്ഞിട്ടും അവരൊക്കെ പണ്ടത്തെ പണി ഇന്നത്തെ പണിയല്ല. പണ്ടത്തെ പണി ഞാൻ ഇന്നിപ്പോ ഈ ഒരു ആനയെ കൊണ്ടു നടക്കാൻ എനിക്ക് ഇത്രയോളം പറ്റുന്നുണ്ടെങ്കിൽ അത് എന്റെ ആശാന്റെ കഴിവ് മാത്രമാണ്. അവരെ കൂടെ നിന്ന് പഠിച്ച വിദ്യകൾ, ആ വിദ്യകൾ ആയതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഈ ആനയെ കൊണ്ട് ഇവിടെ നിർത്താനും ഇപ്പൊ നിങ്ങളൊക്കെ എനിക്ക് സംസാരിക്കാൻ. അത് അവരാ തൊഴിലിന്റെ ഒരു ഭാഗമാണ്. ഞാൻ ഇന്ന് വരെ ഏതാന അയക്കാൻ പോയിട്ടുണ്ടെങ്കിലും ഏതാന അയക്കാൻ പോയാലും ഞാൻ എന്റെ ആശാനെ മനസ്സിൽ വിചാരിച്ചിട്ടേ ഞാൻ പോകും. കാരണം അതുകൊണ്ട് ഒരാനയുടെ മുമ്പേ പരാജയപ്പെട്ടു. ഇന്നുവരെ ഒരാനയുടെ മുമ്പ് പരാജയപ്പെടേണ്ടി വന്നിട്ടില്ല. നാളത്തെ കാര്യം എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഇന്ന് വരെ പരാജയപ്പെടേണ്ടി വന്നിട്ടില്ല. ഒന്നിലധികം ആന കയറുമ്പോൾ ഓരോ ആനകളെയും സ്വഭാവങ്ങളും മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇത് ഈ പണി എന്ന് പറയുന്നത് ഒരു വലിയൊരു ചങ്ങല പോലെയാണ് ആശാന്. ഈ ഒരു പണി എന്ന് പറയുന്നത് വലിയൊരു ചങ്ങല പോലെയാണ്. അതിനകത്ത് എത്തിപ്പെടാൻ പറ്റാത്ത നീളത്തിൽ ഈ പണി കിടക്കുകയാണ്. ഇതിനകത്ത് എന്റെ പുറകിലോട്ടും ആൾക്കാരുണ്ട്, എന്റെ മുന്നിലോട്ടും ആൾക്കാരുണ്ട്. നമ്മൾ ഈ ചങ്ങലയുടെ എവിടെയോ കിടക്കുന്ന ഒരു കണ്ണി മാത്രമാണ്. എപ്പോഴും പഠിച്ചുകൊണ്ടേയിരിക്കും. ഈ ഓരോ ദിവസം കഴിയുന്നതോറും ഇതിന്റെ ഓരോ അറിവുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ല, അടുക്കുന്നതോറും അകലം കൂടുന്ന പണിയാണ് ആനപ്പണി. നമുക്ക് പെട്ടെന്ന് തോന്നുന്നത് നമുക്ക് ആ മൂലയ്ക്ക് എല്ലാം എന്ന് ചെല്ലുന്നത്. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ പിന്നെ നമുക്ക് കിടക്കുവാണ് വീണ്ടും പഠിക്കുവാനായിട്ട്. അപ്പൊ ഇത് പഠിച്ചാലും തീരല്ല. ആനപ്പണി പഠിച്ചാലും തീരല്ല. എത്ര പഠിച്ചാലും തീരല്ല. അതിനകത്ത് അപകടങ്ങൾ ഒളിഞ്ഞിരിക്കുന്ന ഭാഗങ്ങളുണ്ട് പല. പിന്നെ ബാക്കിയുള്ളതെല്ലാം ആ ആനയെ കൊണ്ട് നടക്കുന്ന ആനക്കാരന്റെ കഴിവാണ്. ആ ആനയുടെ രീതിയും ആ ആനയുടെ സ്വഭാവങ്ങളും മനസ്സിലാക്കി അതിനെ കൈകാര്യം ചെയ്ത് പോകണം. ഇത് 4 എണ്ണം കൊടുക്കേണ്ടടുത്ത് 4 എണ്ണം കൊടുക്കേണ്ടി വരും. അതൊക്കെ ചില ആനകൾ അങ്ങനെയാണ്. നമുക്ക് അങ്ങനെയൊന്നും കെട്ടിപ്പിടിച്ച് മുമ്പോട്ടൊന്നും കൊണ്ടു നടക്കാൻ പറ്റത്തില്ല. എപ്പോഴും നമുക്കത് പറ്റില്ല. നമുക്കുള്ള സ്നേഹം നമ്മൾ മരത്തെ കെട്ടിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആനയെ അയച്ചു വിടുമ്പോൾ നമുക്ക് സ്നേഹമൊന്നുമില്ല. അപ്പം നമ്മുടെ കൂടെ നിൽക്കുന്നവൻ അനിഞ്ഞപ്പോൾ എൻ്റെ അനിയനായിരിക്കും, എൻ്റെ മാമനായിരിക്കും. അപ്പം ആനയെ അയച്ചു കഴിഞ്ഞാൽ ആ ബന്ധമില്ല. ആനയെ അഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് അനിയനാണ്, എൻ്റെ മാമനാണ്, അല്ലെങ്കിൽ എൻ്റെ അച്ഛനാണെന്നുള്ള ബന്ധമൊന്നുമില്ല. ആനയെ കൊണ്ട് മരത്തിൽ കെട്ടിയതിന് ശേഷം മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള ബന്ധം. ആനയെ അഴിച്ചു കഴിഞ്ഞാൽ ആ ബന്ധമൊന്നുമില്ല. നീ എന്നെ കാക്കുക, ഞാൻ നിന്നെ കാക്കുക. നമ്മൾ രണ്ടുപേരും ആനയെ കാക്കുക. ആ ഒരു രീതി ആയിരിക്കണം. പിന്നെ അത് ചതി പാടില്ല, വഞ്ചന പാടില്ല. ഒരു സത്യസന്ധതയോടെ ചെയ്യേണ്ട കാര്യം ദൈവത്തിന്റെ ഒരു ഇതാണ്. കാരണം ആ ഒരു മാർഗത്തിൽ കൂടെ തന്നെ ഞാനൊക്കെ അങ്ങ് അത്ര വിശ്വസിച്ച് പോകുന്നതാണ് ദൈവത്തിന്റെ മാർഗത്തിൽ. കാരണം പകുതി 99% മാത്രമേ നമ്മുടെ കയ്യിലുണ്ടെന്ന്. ബാക്കി 99% ഭഗവാന്റെ കയ്യില്ല. ബാങ്കിന് പ്രമാണം പണയം വെക്കും പോലെ ഭഗവാന്റെ മുമ്പ് ജീവൻ പണയം വെച്ചിട്ടാണ് ഈ പണി ചെയ്യണം. ഇന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഞാൻ ഇന്ന് വൈകുന്നേരം ഉറപ്പായിട്ടും വീട്ടിൽ വരുമെന്ന് എനിക്ക് വീട്ടിൽ പറയാൻ പറ്റും. ഈ ഒരു ജോലിക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. കാരണം ചിലപ്പോൾ രാവിലെ ഒന്ന് അഴിച്ച കൊണ്ട് മാറ്റാൻ വേഗം നമ്മുടെ നേരെ കവന്ന് വീഴണം. ആന ഒരു കുത്തുകുത്തിയെ പോലെ എന്തും എപ്പോഴും നിൽക്കുന്ന നേരത്ത് നിൽക്കുന്ന, ഞാൻ പറഞ്ഞില്ലേ, ഒരു മിനിറ്റിൽ അതിന്റെ സെക്കൻഡുകൾ അനുസരിച്ച് അതിന്റെ സ്വഭാവങ്ങൾ മാറിക്കളയും. ആനയുടെ സ്വഭാവങ്ങൾ മാറും. ആന അങ്ങനെയാണ്. ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടി വരും. ചില ആനകൾ അങ്ങനെ കൈകാര്യം ചെയ്താലേ പറ്റുള്ളൂ. ചില ആനകൾ നമുക്ക് കുഴപ്പമൊന്നുമില്ല. ചില ആനകൾ നമ്മളെ കൂടെ നമ്മൾ അഴിച്ചു കൊടുക്കും. അത് വേറെ ആനയ്ക്ക് നിത്യ കാര്യങ്ങൾ അറിയാം, എന്നും ചെയ്തു പറഞ്ഞ കാര്യങ്ങൾ അറിയാം. ചില ആനകളെ സംബന്ധിച്ച് അങ്ങനെയല്ല. ഇന്നലെ ചെയ്ത കാര്യമല്ല ഇന്ന് ചെയ്യുന്നതാണ്. ഇപ്പൊ നമ്മൾ കുറച്ച് പേര് 40 ഓല കെട്ടി വെച്ചു ആനയെ കൊണ്ട് എടുക്കാൻ വേണ്ടി കൊണ്ടുപോകാം. അവിടെ ചെല്ലുമ്പോഴാണ് ആനയുടെ അംഗം കാണിക്കണം. അതുവരെ കുഴപ്പമൊന്നുമില്ല. ഇന്നലെ ആന മര്യാദയ്ക്ക് പോയി ആ ഓല എടുത്ത് ഇവിടെ കൊണ്ടുവച്ച ആനയാണ്. ഇന്ന് തിരിച്ചു അവിടെ തന്നെ പോയി ആ ഓല എടുക്കാൻ പോവാണ്. അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ആനയ്ക്ക് ഓല എടുക്കാൻ പോയി ചിലപ്പോൾ നമ്മൾ ഇഞ്ഞടാന എന്ന് പറയുമ്പോൾ ചാടി ഓലക്കിട്ടുള്ള കുത്ത് തിരിഞ്ഞ് നമ്മുടെ നേരെ ഓട്ടിപ്പ് അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ആനയോട് കയറി പയറ്റേണ്ടി വരും. ആന കയറി പയറ്റേണ്ടെന്ന് പറഞ്ഞാൽ അവിടെ ആനയെടുത്ത് ദേഷ്യം കാണിച്ചിട്ടൊന്നും കാര്യമില്ല. അവിടെ നമുക്ക് ആന നമ്മൾ ചൊവ്വ കയറി കൊടുക്കും. ആനയുടെ ഫ്രണ്ടിൽ കയറി ആന കൈകാര്യം ചെയ്യണം. അവിടെ പുറകിൽ നിന്ന് ഒരു പരിപാടി നടക്കത്തില്ല. ആനയുടെ മേക്ക് നിന്നും കൊണ്ട് ആനയുടെ കാര്യങ്ങൾ നടത്തണം. മേളയിൽ ഇരിക്കുന്നവൻ സ്ട്രോങ് ആണെങ്കിൽ ആന ചെയ്യും. മേളിൽ ഇരിക്കുന്നവനും താഴെ നിൽക്കുന്നവനും സ്ട്രോങ് ആയിരിക്കണം. അത് സ്ട്രോങ് ആണെങ്കിൽ ആന അത് ചെയ്യുകയും ചെയ്യും. എല്ലാ കാര്യങ്ങളും ആന ചെയ്യും. പക്ഷെ അത്രയും കഴിവാണ്. എല്ലാ 365 ദിവസത്തിലും ഈ 365 ദിവസം നടക്കണമെന്നില്ല. ചിലപ്പോൾ രാവിലെ നമ്മൾ ആനയുടെ പണിയെല്ലാം കഴിഞ്ഞു കൊണ്ടുവന്ന് കെട്ടിയപ്പോൾ എവിടെയെങ്കിലും ഒരു പന മുറിച്ചിട്ട് അല്ലെങ്കിൽ ഒരു പന കൊത്തിയെടുക്കാൻ വേണ്ടി നമ്മൾ ആനയും കൊണ്ട് പോകുമായിരിക്കും. അവിടെ ചെല്ലുമ്പോൾ ആനയ്ക്ക് ആന പറഞ്ഞായിരിക്കും പറ്റൂലെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവിടെ പൊതു ആൾക്കാരുണ്ടാവും, പല ആയതുകൊണ്ട്. അപ്പോൾ ആന 10 പേരെ കാണുന്നിടത്ത് ആന മസിൽ കുടിക്കും. 10 പേരെ കാണുന്നിടത്ത് ആന മസിൽ കൊടുത്ത് തുടങ്ങും. ആനയുടെ അംഗം തുടങ്ങും. ആനകൾക്ക് അറിയാന്നേ, 10 പേര് കൂടുന്നിടത്ത് അറിയാം അവൻ എന്നെ തല്ലൂല. അവിടെ ആന ആകുമ്പോഴത്തേക്ക്
രാജാവ് കാണിക്കും. അവിടെ നമ്മൾ ആ രാജാവ് അവിടെ നമ്മൾ കൊച്ചായി പോയി കഴിഞ്ഞാൽ അവിടെ നമ്മളെ കൊണ്ട് ആന അളക്കും. പിന്നെ ആന എന്ത് ചെയ്യും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റത്തില്ല. അവിടെ ആന നമ്മൾ അളന്ന് കഴിഞ്ഞാൽ നമ്മൾ ഒരു നേരം ആനയ്ക്ക് അളക്കാനുള്ള ഒരു അവസരം നമ്മൾ കൊടുത്താൽ അത് പിന്നെ നമ്മുടെ അപകടമായിട്ട് മാറും. ആന അത് നോക്കി ആന നിൽക്കും. ആനയ്ക്കറിയാം ഏത് സാഹചര്യത്തിൽ ചിലപ്പോൾ നമ്മളെ കൂടെ ആരുമില്ല, ഇന്ന സമയത്ത് വരും, ഇന്ന സമയത്ത് വന്ന് കയറും. അപ്പോൾ അവർ ചിലപ്പോൾ ആന ഓങ്ങി ഇട്ടേക്ക് വരും, നമ്മുടെ നേരെ കമന്ന് വീഴും. ഇവിടെ അവർ ആനയെന്ന് വിളിക്കാൻ പോലും ചിലപ്പോൾ ആരും കാണത്തില്ല. പിന്നെ മരണം നിശ്ചയമുള്ള പണിയായതുകൊണ്ട് നമ്മൾ അതൊന്നും ഓർക്കാറില്ല. ആ ഭയം നമുക്കില്ല. കാരണം എന്തായാലും മരിക്കണം. അപ്പം മരണത്തെ നമ്മൾ ദൈവമായിട്ട് കരുതുക, അത്രേ ഉള്ളൂ. മരണത്തെ ദൈവമായിട്ട് കരുതുക. മനസ്സിന് കട്ടിയുള്ളവർ മരണം ഇന്നല്ലെങ്കിൽ നമ്മുടെ തൊട്ടടുത്തുണ്ടെന്നേ, നമ്മുടെ തൊട്ടടുത്ത് മരണമുണ്ട്. ആനയെ സംബന്ധിച്ച് നമ്മൾ കൊണ്ടു നടക്കുമ്പോൾ നമ്മുടെ തൊട്ടടുത്ത് മരണമുണ്ട്. ആ മരണത്തെ നമ്മൾ ദൈവത്തെ പോലെ കരുതുക. എന്റെ ആശാൻ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ് മരണത്തെ ദൈവത്തെ പോലെ കരുതുക. അത് മാത്രമേ പാടുള്ളൂ. മരണത്തിന് നമ്മൾ മരണം മുഖാമുഖം കാണുന്ന സമയത്ത് നമ്മൾ അതിനെ ഭയക്കാൻ പാടില്ല, ഭയക്കരുത്. കാരണം നമ്മളെ കൊണ്ടുപോകാൻ വന്നിട്ടുള്ളതാണെങ്കിൽ നമ്മളവിടെ എത്ര പറ്റിയാലും എത്ര ചെയ്താലും നമുക്ക് അവിടെ വിജയിക്കാൻ പറ്റത്തില്ല. കാരണം നമ്മളെ കൊണ്ടുപോയിരിക്കും. എന്റെ ആശയം അന്നും പഠിപ്പിച്ച ആ ഒരു പാഠം ഇന്നും ഞാൻ നിലനിർത്തിക്കൊണ്ട് പോവാണ്. അതിനകത്തൊരു മാറ്റവും വരുത്തിയിട്ടില്ല, ഇന്ന് വരെ വന്നിട്ടില്ല. അതുകൊണ്ട് ഒരു ആനയുടെ മുമ്പ് എനിക്ക് തോക്കേണ്ട അവസരം വന്നിട്ടില്ല. ചെയ്യാനൊക്കെ ഞാൻ വന്ന് അഴിക്കുന്ന സമയത്ത് ഭയങ്കര അംഗമായിരുന്നു. എന്റെ അടുത്ത് ഭയങ്കര അംഗമൊക്കെ കാണിച്ചാൽ ഒരു ആനയിൽ മിനിമം ഒരു വർഷമെങ്കിലും ഒരു ആനയുടെ കൂടെ കാണണം. ഒരു 3 വർഷം, നിലവിൽ ഒരു 3 വർഷം ഒരു ആനയെ കൈകാര്യം ചെയ്ത് കഴിയുമ്പോൾ ഒരു ആനയുടെ വർഷകാലം ഒരു ആനയുടെ വർഷകാലത്ത് നമ്മുടെ ആനയുടെ നീര് കെട്ടി, ഒരു നീരിൽ ഒരു ആനയെ കൊണ്ട് കെട്ടി, മതപ്പാടിൽ ഒരു ആനയെ കെട്ടി ആ ആനയെ അത് നീരിൽ അഴിച്ച് പിന്നെ അതിന്റെ വേനൽ സമയമായി അതിന്റെ ആ 2 നീരിലും നമ്മൾ അതിനെ അഴിക്കുകയും കെട്ടുകയും ചെയ്യും. മാത്രം ഒരു 3 വർഷം സ്ഥിരമായ ചുരുക്കം പറഞ്ഞാൽ 3 വർഷമെങ്കിലും ഒരു ആനയുടെ കൂടെ കാണണം.